ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. ചിങ്ങത്തിലെ ബുധാദിത്യ രാജയോഗം അതിവിശിഷ്ടമാണ്. സൂര്യൻ സ്വരാശിയിൽ നിൽക്കുമ്പോൾ ഈ രസികാർക്ക് സർവൈശ്വര്യം. ബുദ്ധിയുടെയും ശക്തിയുടെയും ഗ്രഹമായ ബുധൻ ചിങ്ങം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ്. ഗ്രഹങ്ങളുടെ രാജകുമാരനാണ് ബുധൻ. ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ആഗസ്റ്റ് 16 ചിങ്ങം രാശിയിലേക്ക് എത്തുന്നുണ്ട്. സൂര്യന്റെ സ്വന്തം രാശിയാണ് ചിങ്ങം. അങ്ങനെ ഗ്രഹങ്ങളുടെ രാജാവും രാജകുമാരനും ചേർന്ന് ചിങ്ങത്തിൽ ബുധാദിത്യ രാജയോഗത്തിന് രൂപം നൽകും. സൂര്യൻ സ്വരാശിയിൽ നിൽക്കുന്നതിനാൽ ഈ ബുധാദിത്യ രാജയോഗം അതിവിശിഷ്ടമാണ്. ഈ രാജയോഗത്താൽ ചില രാശികൾക്ക് കരിയറിലും ബിസിനസ്സിലും വമ്പൻ നേട്ടങ്ങൾ തേടിയെത്തും. ഈ രാശികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ധനു ആണ് ആദ്യത്തെ രാശി. ധനുരാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗത്തിന്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടാകും. കാരണം ഈ യോഗം അവരുടെ 9ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. അതിനാൽ ഭാഗ്യത്തിന്റെ കടാക്ഷം ഇവർക്കൊപ്പം എപ്പോഴുമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ബുധാദിത്യ രാജയോഗത്തിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കും. ജോലിയുമായും ബിസിനസ്സുമായും ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ ചെയ്യേണ്ടതായി വരും. മാറ്റിവെച്ച ജോലികൾ ചെയ്തു തീർക്കാൻ കഴിയും. മാത്രമല്ല കൂടുതൽ അംഗീകാരവും പ്രശസ്തിയും ഇവരെ തേടിയെത്തും. നിക്ഷേപങ്ങൾ നടത്താൻ വളരെ അനുകൂലമായ സമയമാണിത്. ഇപ്പോൾ നടത്തുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ ലാഭം നൽകും. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും ഈ സമയത്തുണ്ടാകും. ബുധാദിത്യ രാജയോഗത്തിന്റെ നേട്ടം കൊയ്യാൻ പോകുന്ന മറ്റൊരു രാശി ചിങ്ങമാണ്. ചിങ്ങം രാശിക്കാരുടെ ലഗ്നഭാവത്തിലാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്നത്. ഇതിന്റെ ഫലമായി ഈ സമയത്ത് ആത്മവിശ്വാസം വർദ്ധിക്കും. മാത്രമല്ല കൂടുതൽ മികവോടെയും പൂർണ്ണതയോടെയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് അവരുടെ അധ്വാനങ്ങൾ തിരിച്ചറിയപ്പെടുകയും അതിനുള്ള ഫലം ലഭിക്കുകയും ചെയ്യുന്ന സമയമാണിത്. ഈ സമയത്ത് മനോധൈര്യം വർദ്ധിക്കും. പുതിയ ജോലികൾ ആരംഭിക്കാൻ സാധിക്കും. വിവാഹിതർക്ക് ദാമ്പത്യം കൂടുതൽ സന്തോഷകരമാകും. അടുത്ത രാശി തുലാമാണ്. തുലാം രാശിക്കാർക്ക് ബുധാദിത്യ രാജയോഗം ലാഭപ്രദമാകും. ഇവരുടെ വരുമാനം, ലാഭം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ യോഗം രൂപം കൊള്ളുന്നത്. അതിനാൽ ഈ കാലയളവിൽ വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും. പുതിയ വരുമാന ശ്രേയാതസ്സുകൾ സൃഷ്ടിക്കപ്പെടും. ബിസിനസ്സുകാർക്ക് വലിയ ഡീലുകൾ ലഭിക്കും. മാത്രമല്ല പെട്ടെന്നുള്ള വളർച്ചയും സാമ്പത്തികലാഭവും ബിസിനസ്സിൽ നിന്നുണ്ടാകും. മുമ്പത്തേക്കാൾ സാമ്പത്തിക സ്ഥിതി ഏറെ മെച്ചപ്പെടും. ഓഹരി വിപണി, ലോട്ടറി എന്നീ മേഖലകളിൽ നിന്നും ഭാഗ്യം വന്നെത്താൻ സാധ്യതയുണ്ട്.